ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എലികളെയും പല്ലീനെയും ഒക്കെ ഓടിക്കാനായിട്ടുള്ള 2 ടിപ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്ത്രപ്പഴം വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ ആ പഴം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബാക്കി പകുതി ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേറൊരു ടിപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഇനി ഈ ഒരു പകുതി പഴം ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്ത്രപ്പഴമാണ് എടുക്കണതെങ്കിൽ ഒരു പഴം മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പഴത്തിൻ്റെ പകുതി തന്നെ എടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിതാ അത് ഉടച്ചെടുത്തത് 2 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാനിതാ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയും കൂടി ചേർക്കണോണ്ട് തന്നെ എലികളൊക്കെ പെട്ടെന്ന് ആകർഷിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചോളും. ഇനി ഇതാ ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ പാരസെറ്റാമോൾ ടാബ്ലറ്റ് ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഞാനൊരു പകുതി എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്, അതുകൊണ്ടാണ് പകുതി ടാബ്ലറ്റ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അളവിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് മുഴുവനായിട്ട് എടുക്കാം. ഇനി ഇത് എല്ലാതും കൂടെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ ഏതൊക്കെ ഭാഗത്താണോ എലികളൊക്കെ വരുന്നത് ആ ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ ഒരു ചിരട്ടയിലാക്കിയിട്ടാണ് എലിയൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മുറിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു പഴത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പഴത്തിൻ്റെ നടുഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അവിടെ ഒരു ഹോളാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചെറിയ കത്തിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോളായി കിട്ടും. അപ്പോൾ ഞാനിതാ ഫോർക്കൊക്കെ വെച്ചിട്ട് കുത്തിയിട്ടൊക്കെ ആയിട്ട് അവിടെ ഒരു ഹോളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഴം ഞാനിതാ അവിടെ ഹോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് സ്റ്റീലിൻ്റെ ഇതുപോലത്തെ സ്ക്രബ്ബറാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയ പീസ് മതി. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത സ്ക്രബ്ബറൊക്കെ കളയാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്താലും മതി. അതിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇത് ചെറിയ ചെറിയ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എലിയുടെ വയറ്റിൽ ചെല്ലുമ്പോൾ എലിയുടെ വയറ് കേടായിട്ട് പിന്നെ കുറേ നാളത്തേക്ക് എലി ആ ഭാഗത്തൊക്കെ ഒന്നും വരില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഹോളാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ ആ ഹോളിലോട്ട് നമുക്ക് ഈ സ്ക്രബ്ബർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്രബ്ബർ ഈ ഒരു ഹോളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ക്രബ്ബറിൻ്റെ പൊടി ഇതുപോലെ പഴമായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആ ഒരു പഴം വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പഴം വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എലിയൊക്കെ വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സ്ക്രബ്ബർ ഉള്ളതൊന്നും എലികൾക്കൊന്നും അറിയില്ല. അപ്പോൾ എലി വന്നിട്ട് ഈ ഒരു പഴം കഴിക്കുകയും ആ സ്ക്രബ്ബർ എലിയുടെ വയറ്റിലൊക്കെ എത്തിയിട്ട് പിന്നെ കുറേ നാളത്തേക്ക് നമ്മുടെ എലിയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.